എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും ആനുപാതികമായ വർധനവില്ലാതിരിക്കുന്നതും ബാധ്യതയിലേക്ക് പോകുന്നതായി നമ്മളുടെയൊക്കെ ജീവിതത്തിലും ചുറ്റുവട്ടത്തും ഒക്കെ കണ്ടാൽ അറിയാവുന്നതാണ്. കാരണം അത്തരത്തിലുള്ള ഭാരിച്ച ചിലവുകളാണ് നമുക്ക് എല്ലാവർക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെൻറ് എംപ്ലോയി ആകട്ടെ, പ്രൈവറ്റ് മേഖലയിലുള്ളവരാകട്ടെ, കമ്പനി ജോലിക്കാരാകട്ടെ, നിത്യ വരുമാനത്തിൽ ജീവിക്കുന്നവരാകട്ടെ. അപ്പോൾ അത്തരത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കമ്പനി ജോലിക്കാരും ഡെയിലി വേജസുകാരെ സംബന്ധിച്ച് നമ്മൾക്കൊരു ഇൻകം ഫ്ലോ ഉണ്ടാകേണ്ടത് നമ്മളോടുള്ള ഉത്തരവാദിത്വവും ഫാമിലിയോടുള്ള ഉത്തരവാദിത്വവും കുട്ടികളോടുള്ള ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഉറപ്പ് നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻകം ഫ്ലോ കറക്റ്റായിട്ട് കൃത്യമായിട്ട് മറ്റെന്തൊക്കെ അസറ്റുകൾ ഉണ്ടായാലും നമ്മളൊരു പർച്ചേസിന് പോകുമ്പോഴോ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരുന്നതായ സന്ദർഭങ്ങളിലും ഒരു ക്യാഷ് ഫ്ലോ കൃത്യമായി ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എടുത്തുകൊണ്ട് അതിലേക്കൊരു ചുവടുവെപ്പ് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾക്കൊരു വരുമാനം ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ, അസുഖങ്ങൾ പിടിച്ച് കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾക്ക്, ജോലി ഉണ്ടായിട്ടും പൈസ കിട്ടാതിരിക്കുന്ന സാഹചര്യങ്ങൾക്ക്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് പല ജോലിക്കാർക്കും ഡെയിലി വേജസുകാർക്ക് പോകാൻ പറ്റാതിരിക്കുക, പോയാലും പണിയെടുക്കാൻ പറ്റാതിരിക്കുക, പണിയെടുത്താലും ക്യാഷ് കിട്ടാതിരിക്കുക എന്ന് വെച്ച് നമ്മുടെ ദൈനംദിന ചിലവുകൾക്കൊന്നും കുറവ് പറ്റുന്നില്ല. ഷുഗർ ഈവൻസ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി, വാട്ടർ, EMI, അതുപോലെ പേപ്പർ, പാല്, പത്രം, ഫുഡ്, ഡ്രസ്സ്, അതുപോലെയുള്ള കാര്യങ്ങൾക്കൊന്നും മിനിമൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചിലവുകളാണ്. അത് ജോലി ഉണ്ടായാലും വരുമാനം ഉണ്ടായാലും ഇല്ലെങ്കിലും ഇതിനൊക്കെ നമ്മൾ പൈസ കണ്ടെത്തേണ്ടതായി വരും. അപ്പോൾ അത്തരം കാര്യങ്ങളെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരു ഇൻകം ഫ്ലോ, അതായത് ഉറപ്പുള്ള, പൊട്ടാത്ത, പൊളിയാത്ത ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള ഓരോ സ്ഥാപനവുമായി സെൻട്രൽ ഗവൺമെൻറ് ഉറപ്പ് തരുന്ന അത്തരം ഫിനാൻഷ്യൽ പദ്ധതിയിലേക്ക് നമ്മൾ പങ്കാളിയായിക്കൊണ്ട്, മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട്, ഇൻഷുറൻസ് സംരക്ഷണത്തോടൊപ്പം തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കൃത്യമായി ഓരോ മാസവും നമ്മൾക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്ലാൻ പദ്ധതികളിൽ പങ്കാളിയായിക്കൊണ്ട് വ്യക്തിയുടെ, കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതാവസ്ഥ, ഇൻകം ഫ്ലോ ഉണ്ടാകണമെന്നുള്ളതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വരുന്നതുവരെ എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്